മധ്യ ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി ചെയ്യുന്ന പ്രദേശമാണെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും കിട്ടാതെ കഷ്ടപ്പെടുകയാണ് പത്തനംതിട്ട പന്തളത്തെ വെറ്റില കർഷകർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെറ്റില കയറ്റി അയക്കുന്നതും പന്തളത്തെ കുറുന്തോട്ടയം ചന്തയിൽ നിന്നാണ്. എന്നാൽ പലപ്പോഴും വെറ്റില കൃഷി ചതിക്കാറുണ്ടെന്നും അങ്ങനെ വരുമ്പോൾ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പുകളോ കർഷകരെ അറിഞ്ഞ ഭാവം കാണിക്കാറില്ലെന്നും കർഷകർ പറയുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണ് ഓരോ വെറ്റില കർഷകനും തങ്ങളുടെ തൊടിയിലെ വെറ്റില കൊടികൾ വളർത്തുന്നത്. ചെറിയൊരു പോരായ്മയുണ്ടായാൽ പോലും വെറ്റില കൊടികൾ കൂട്ടത്തോടെ നശിക്കും. അതുകൊണ്ട് തന്നെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ദിവസവും ശ്രദ്ധയോടെയുള്ള പരിപാലനം അത്യാവശ്യമാണ്. വളവും ജോലിക്കാരുടെ കൂലിയുമടക്കം 750ഓളം രൂപയാണ് ദിവസ ചെലവ്. പക്ഷേ ഈ കൃഷിക്ക് സർക്കാരിൽ നിന്നും യാതൊരു സഹായവും കിട്ടാറില്ല എന്ന് കർഷകർ പറയുന്നു. കുറേ വർഷങ്ങളായി വെറ്റില കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ഈ കർഷകർക്ക് വേണ്ടത്ര സംരക്ഷണം ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുന്നില്ലെന്നാണ്. മധ്യ തിരുവിതാംകൂറിലെ ചന്തയിൽ നിന്നുമാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്കും നാഗർകോവിലേക്കും വെറ്റില പോകുന്നത്. ഗുണനിലവാരമുള്ള വെറ്റില ആയതിനാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും വെറ്റില അവശ്യ ഘടകമാണ്. നിലവിൽ 80 വെറ്റകൾ അടങ്ങുന്ന കെട്ടിന് 100 രൂപയിൽ താഴെയാണ് കർഷകന് ലഭിക്കുന്നത്. പന്തളം, ഇലവന്തിട്ട, ചിറ്റാർ, സീതത്തോട് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ പ്രധാനമായും കൃഷി നടക്കുന്നത്. സർക്കാരിൽ നിന്നും വേണ്ട പ്രോത്സാഹനവും ഇല്ലാതായതോടെ പുതിയതായി ആരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.